ഹലോ ഗായ്സ്, രാവിലത്തെ നടത്തല്ലേ. രാവിലെ തന്നെ കാല് കണ്ടിട്ട് അങ്ങോട്ട് സുപ്രഭാതം പൂർണ്ണമാക്കാമെന്ന് വിചാരിച്ചു. വേറെ നല്ല സ്കൂളിൽ പോയതാണ്. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ കുട്ടികളൊന്നും ഉറങ്ങിയല്ല, മോട്ടിവേഷൻ ചെയ്തിട്ട് കരയാണ് ഗൈസ്, കരയുക. ആ മോട്ടിവേഷനിൽ ഞാൻ ഉൾപ്പെട്ടതിൽ അഭിമാനിക്കുന്നു. ഉറങ്ങുമെന്നല്ല കേട്ടോ, മോട്ടിവേഷൻ ക്ലാസ് അല്ല, മോട്ടിവേഷൻ എടുക്കുന്ന ആളില്ലേ, മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾ ഓരോട് കണ്ണീമ്പാൻ പറഞ്ഞതാ, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ നിർത്തൽ കൊട്ട പോസ്റ്റ്, അതിൻ്റെ ആങ്ങളെ തെണ്ടി ഓനിനോട് പറഞ്ഞു, ഇതാ ഇവിടുത്തെ 5 മിനിറ്റ് പോയി 1.5 മണിക്കൂറിന് ശേഷം വന്ന സാധനമാണ് ഈ പോകുന്നത്. അതിനുശേഷം പിന്നെ മൈലാഞ്ചി ഇട്ടിട്ടോ. മൈലാഞ്ചി ഇട്ടതിന് ശേഷം വേറെ പടിയില്ല, മൈലാഞ്ചി ഇട്ടു, അത്രയാണ്. അതിനുശേഷമാണ് ഞങ്ങൾ കിണർ നന്നാക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നത്. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഓല ബടായും കേട്ട്, അതായത് ഓല സംസാരം കേട്ട് വിമാനം പോകുന്നു ഗായ്സ്, സംസാരം കേട്ടിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ എത്ര ശേഷമായില്ലേ, അതിനുശേഷം ബഡ്ജറ്റ് പോയിട്ട് അത് വീണ്ടും ശേഷം കയറി വന്നിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ ബഡ്ജറ്റിൽ പോകുന്ന എന്തിനാ, സാധനം വാങ്ങാൻ, സാധനം നോക്കാൻ ആരെങ്കിലും പോവോ? ബഡ്ജറ്റ് പോകുന്ന സാധനം വാങ്ങാൻ ചിലവർ നോക്കാനും പോട്ടോ, എനിക്കറിയില്ല. ഞാൻ സാധനം വാങ്ങാൻ പോയതാട്ടോ. ശേഷം അത് അരിൻ്റെ ഓരോ മഹിമയും വിവരിച്ചിൻ്റെ അമ്മായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മായി പറയുന്നത് കേൾക്കണമല്ലോ, അമ്മായി അല്ലെങ്കിൽ അമ്മായിൻ്റെ അടുത്ത് ചീത്തട്ടല്ലോ, പാവട്ടെ, അമ്മായി മുത്താണ്. അതിനുശേഷം ഞങ്ങൾ ഇതാ നരകത്തിലേക്ക് പോയി വാങ്ങാൻ കയറി. ഷവായ വാങ്ങാൻ കയറി. അവിടുത്തെ ഷവായ നല്ല ടേസ്റ്റ് ആട്ടോ, അതായത് ബഡ്ജറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള ഷവായ. അത് കഴിഞ്ഞിട്ട് മുഴുവമ്പ്ര മങ്ങാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത് എന്താണ്, ചായ മക്കാനി, എന്താണ് ഇതിൻ്റെ പേര്, ചായവാല മസാല ഷവായ അതല്ലേ, ഞങ്ങൾ അങ്ങോട്ടാണ് ഉദ്ദേശിച്ചത്. ഇത് കാണുന്നുണ്ടോ, ആ ഷോപ്പാണ് ഞങ്ങൾ പോകാമെന്ന് ഉദ്ദേശിച്ചത്. പക്ഷേങ്കിൽ ലൈറ്റിൻ്റെ കടയുണ്ട് ഇവിടെ, കാറിൻ്റെ കടയുണ്ട് ഇവിടെ. എന്താടി ബ്രോസ്റ്റ്, ഡെലിഷ്യ. ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഒരു ടിപ്സുണ്ട്, അത് ഞാനൊന്നും ലാസ്റ്റ് പറയുകയായി. ഇതിലൊന്നും സ്ഥലമല്ല, അവിടെയും കൂടെ ആയിരുന്നു. അമ്മ മാത്രമാണ് ഈ പ്രശ്നം. ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷെ ക്വാണ്ടിറ്റി ഇല്ല. ഇങ്ങോട്ടാണ് നീ നോക്കി, വയസ്സൊന്നും അറിയില്ല കുട്ടിക്ക്. പൊട്ടി പറഞ്ഞ നിൽക്കുക. തിന്നൊക്കെ ഇപ്പൊ ചൂടുണ്ടാവില്ല, കാരണം ഞാൻ രണ്ടാമത് തിന്നപ്പോ ചൂടില്ലേനി, രണ്ടാമത് തിന്നപ്പോ ചൂടില്ലേനി. അങ്ങനെ ഒറ്റടിക്ക് വായിക്കട പൊട്ടത്തി അതൊക്കെ പോരിട്ടോ നിലത്തേക്കാടും. പ്രിന്റ് എടുക്കാണ്ട് നടക്കുക, ഞാനുണ്ട് നടക്കുക. നമുക്ക് ഒറ്റ മൈൻഡായിട്ട് നടക്കാം. പ്രിന്റ് എടുക്കാൻ പോവാ, എനിക്ക് കുറച്ചും കൂടി പ്രിന്റ് നടന്നിട്ട് എത്തുന്നില്ല. ഓള് ഗൈസ് നിർത്തിയതാട്ടോ, വീഡിയോ കണ്ടിട്ട് ഭയങ്കര പാട്ട്. അങ്ങനെ ഞങ്ങൾ ഡെലീഷ്യയുടെ മുമ്പിലെത്തിയിട്ടുണ്ട്. എടി ഇത് സൂപ്പർ വാവ് വന്നീനും ഇങ്ങോട്ട് ഓടോ. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഡെലീഷ്യ. ഇത് മലപ്പുറത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളുടെ
നാട്ടിൽ പറ്റിയിട്ടുണ്ടായോണ്ട് ഞങ്ങൾക്കൊരു കാര്യമില്ല. നക്ഷത്രം ആ പോണ വിമാനം ഇത് ഡൽഹി പ്രാസം നോക്കുക. റോട്ടിലൊക്കെ പൂളച്ചു നീന്തിക്കാരി ഓടിക്കൂ. മുനാരം ഇതിനെന്താ നിങ്ങളവിടെ പറയാ? ഞങ്ങളവിടെ എന്താടി പറയാ? ഡാവല്ല വിടാവ്. ഇതിനെന്താ പറയാ? അറി അതോ കുളിക്കണ സാധനം ആന്നല്ല, ഉപ്പിലിട്ടേക്കണ ഇത് ബിടാവാണ്. ബിടാവ് പണ്ട് ഇതിലേക്ക് വെള്ളം മറന്നു വെച്ചാല് നല്ല തണുത്ത വെള്ളം കണ്ടെന്നാ പറയുന്ന പൂള നാടൻ വെച്ച്. അങ്ങനെ ഇവർ പോവുകയാണ്. ടാറ്റ ടാറ്റ. ഓളാണ്ട് ഇറങ്ങി പോയതിന് ശേഷം പിന്നെ എനിക്കൊരു മശാന മൂക്കത മ്ലാനത മാഷത എന്തൊക്കെ ഒരു മ്ലാനതയായിരുന്നു. അതിന് ശേഷം പിന്നെ ഇങ്ങനെ വണ്ടിയിലും മൂകതമായിട്ടിരിക്കുക. കാരണം എന്താ വേറെ ആരോടും മുണ്ടാനില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ അക്ഷയയിൽ പോയിട്ട് കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് പ്രിൻ്റ് അങ്ങനെയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടെത്തിയതിന് ശേഷം എന്താ വരേക്ക് മടങ്ങി. അത്ര തന്നെ, വേറെ ഒന്നും പണിയില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.